ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, സിമീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് ഔഷധ സസ്യങ്ങളും പിന്നെ വീട്ടിൽ വളർത്താൻ പറ്റുന്ന മറ്റ് സസ്യങ്ങളെക്കുറിച്ചുമാണ്. ആദ്യമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് രാമച്ചമാണ്. രാമച്ചം എല്ലാവർക്കും അറിയാവുന്ന ഒന്നായിരിക്കും ഇത്. പിന്നെ ഇതിൻ്റെ വേരാണ് ഉപയോഗിക്കുന്നത്. ക്ഷീണം മാറാനും ഉന്മേഷം ലഭിക്കാനും രാമച്ചം ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി. മാത്രമല്ല ശരീരം തണുക്കാനും വേനൽ ചൂടിൻ്റെ അസ്വസ്ഥതകൾ മാറാനും ഇത് സഹായിക്കുന്നു. ശരീരത്തിൻ്റെ ജലാംശം നിലനിർത്താനും പിന്നെ രോഗപ്രതിരോധ ശേഷിക്കും ഇതിൻ്റെ വേര് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മതി. രാമച്ചം ഇത് ഒരു 2 വർഷത്തോളമായി നട്ടിട്ട്. ഇതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെയാണ്, ഇതുപോലെ നീളമുള്ള ഒരു ഇലയാണ്. പക്ഷേ ഇതിൻ്റെ ഇല ഉപയോഗിക്കുമെന്ന് അറിയത്തില്ല. നമ്മൾ ഇതിൻ്റെ വേരെടുത്ത് ഇത് പുഴുത് വേരാണ് ഉപയോഗിക്കുന്നത്. പുഴുത് മാറ്റിയതിന് ശേഷം നന്നായി കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കഴിയുമെങ്കിൽ എല്ലാവരും ഇതൊന്ന് നട്ടുപിടിപ്പിക്കുക. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് മുല്ലയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഇതിനടുത്തായി നിന്നതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ. നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന മുല്ല കാണാൻ നല്ല ഭംഗിയായിരുന്നു, അതുകൊണ്ട് വീഡിയോ പിടിച്ചെന്നേ ഉള്ളൂ. ഇത് നമ്മൾ പടർന്ന് പന്തലിച്ച് വരുന്ന മുല്ലയേക്കാൾ ഒരുപാട് പൂക്കൾ ഈ തറയിൽ ചെറിയ രീതിയിൽ നട്ടിരിക്കുന്ന മുല്ലയിലുണ്ട്. ഇത് ഒരുപാട് പടരാത്ത മുല്ലയാണ്. തറയിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ തൈകൾ വന്ന് പൂക്കുന്ന മുല്ലയാണ്. നിറയെ പൂവുണ്ട്. ഇപ്രാവശ്യം നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട്. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ആര്യവേപ്പാണ്. ഇതെല്ലാവരുടെയും വീടുകളിൽ കാണുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ഇത് കരപ്പൻ, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ആര്യവേപ്പില അരച്ച് പുരട്ടിയാൽ മതി. ആര്യവേപ്പ് സ്ഥിരമായി ഉപയോഗിച്ചാൽ രോഗാണുക്കളിൽ നിന്നും രക്ഷപ്പെടാം. സന്ധിവേദനയ്ക്ക് ഇതിൻ്റെ കുരു എണ്ണ കാച്ചി തേച്ചാൽ മതി. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറി വീട്ടിൽ വളരില്ല എന്നാണ് കൂടുതലും ആൾക്കാർ പറയുന്നത്. പക്ഷേ ചെടിച്ചട്ടിയിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം. ഇതിൽ പ്രത്യേകിച്ച് വളമൊന്നും ചേർത്തിട്ടില്ല. ചാണകപ്പൊടി നന്നായി ഉണക്കി പൊടിച്ച് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും ഇതിൽ ചെറുതായി മൊട്ടുകൾ വന്നിട്ടുണ്ട്. സ്ട്രോബെറി പിടിച്ചിട്ടുണ്ട്. 1-2 പിടിച്ചു. ബാക്കി മൊട്ടുകളും വന്നിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നട്ട് ചാണകപ്പൊടി മാത്രം ചേർത്ത് പിന്നെ അതിൻ്റെ ചുവട്ടിൽ ഒച്ചും മറ്റും പ്രാണികളോ ഉണ്ടാകുന്ന മാത്രം നോക്കിയാൽ മതി. അടുത്തതായി കാണിക്കുന്നത് മിറക്കിൾ ഫ്രൂട്ടാണ്. 1 വർഷം മുൻപാണ് ഇത് നട്ടത്. നിറയെ കായ്കൾ പിടിച്ചതാണ്. പിന്നെ കുട്ടികൾ ഞാൻ വീഡിയോ പിടിക്കുന്നതിന് മുമ്പേ പറിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഇപ്പോൾ 1-2 മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതൊരു അത്ഭുത മരം തന്നെയാണ്. ഇത് കഴിച്ചതിന് ശേഷം പുളിപ്പുള്ള എന്ത് കഴിച്ചാലും നന്നായി മധുരിക്കും. ഇത് ഒരു 5 മണിക്കൂർ നേരത്തേക്ക് അങ്ങനെ തന്നെയായിരിക്കും. ഷുഗർ രോഗികൾക്കും മറ്റും മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതിൽ നിന്നും ഒരു ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചാൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഒരുപാട് ചെടികൾ പരിചയപ്പെടുത്താനുണ്ട്. ചട്ടിയിൽ നടാൻ പറ്റുന്ന അത്തിപ്പഴം, ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെയുള്ള പിന്നെ മറ്റു മരങ്ങൾ എന്നിവയെല്ലാം പരിചയപ്പെടുത്താനുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഷെയറും ചെയ്ത് ലൈക്കും ചെയ്യണേ. പ്ലാന്റ്സുകളുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടൻ ഇടുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണേ. താങ്ക് യു.